ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് ഒരു പേപ്പർ സോപ്പാണ്. അപ്പോൾ ഈ പേപ്പർ സോപ്പ് ഉണ്ടാക്കാനായിട്ട് ഇതേപോലെ ഒരു വൈറ്റ് പേപ്പർ എടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ക്യൂട്ടിയുടെ ഞാനിപ്പോൾ എടുക്കുന്ന ക്യൂട്ടിയുടെ സോപ്പാണ് കേട്ടോ. അതുകൊണ്ട് ക്യൂട്ടി എന്ന് പറഞ്ഞത് ഇതിലിഷ്ടമുള്ളൊരു ബാത്തിങ് സോപ്പ് അല്ലെങ്കിൽ ഹാൻഡ് വാഷ് എടുക്കുക. അതിനുശേഷം ഇപ്പോൾ ഈ ഒരു സോപ്പ് എടുക്കുന്നവർക്ക് സോപ്പിനെ കുറച്ച് പീൽസ് എടുക്കുക. അതിനുശേഷം ഈ ഒരു പീൽസ് നമുക്ക് ഒരു ഗ്ലാസിൻ്റെ ഒരു കാൽ ഭാഗം മാത്രം അല്ലെങ്കിൽ അതിലും കുറച്ച് വെള്ളം മാത്രം മതി. അതിലേക്ക് നമുക്ക് കുറച്ച് ഈ ഒരു പീൽസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക, വെള്ളം ലൂസായിട്ട് കിടക്കുന്ന രീതിയിലുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് എടുക്കാം. ഇതേപോലെ കലക്കി എടുക്കണം കേട്ടോ. ഈ കലങ്ങിയ സാധനം നമുക്ക് എന്തെങ്കിലും കളർ അടിക്കണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ചൊക്കെ പെയിൻറ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഗ്രീൻ കളറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആഡ് ചെയ്തപ്പോൾ കുറച്ച് കുറവായി പോയതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കാണുന്നത്. അത്ര ബ്രൈറ്റ് അല്ലെങ്കിലും ലൈറ്റ് ആയിട്ടുള്ളൊരു ഗ്രീനിഷ് കളറാണ് കേട്ടോ ഉള്ളത്. നിങ്ങൾ അടിക്കുമ്പോൾ എന്തായാലും കുറച്ചുകൂടി നല്ല തിക്കായിട്ട് ഗ്രീൻ കളറോ അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു കളറ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു കളർ ആഡ് ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനെ ഈ ഒരു സംഭവം നമുക്കിനി ഒന്ന് ഉണക്കിയെടുക്കണം. നന്നായിട്ട് ഡ്രൈ ആവണം. ബട്ട് ക്ഷമയെന്ന് പറയുന്ന സംഭവം എനിക്കില്ലാത്തതുകൊണ്ട് തന്നെ നന്നായിട്ട് ഡ്രൈ ഒന്നും ആയിട്ട് ഞാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ സാധനം പൊക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എടുക്കാനുള്ള ടിന്നാണ് കേട്ടോ നമ്മളിപ്പോൾ എടുക്കാൻ പോണത്. ഉണ്ടാക്കാനായിട്ട് നമുക്കിത് ഒരു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ എടുക്കുക. പക്ഷേ ഈ കാണിക്കുന്ന പോലെ അത് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഒരു കാർഡ്ബോർഡ് പീസിലോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഞാനിപ്പോൾ എടുത്തിട്ട് ബുക്കിൻ്റെ ആ ഒരു പുറകിലുള്ള സംഭവമില്ലേ, അതാണ് കേട്ടോ. അതിൻ്റെ മേളിലേക്കാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ടിന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കാനുള്ള ക്ഷമ പോലും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ കൈ കൊണ്ട് പിച്ചിക്കറി ഇടുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൂവിൻ്റെതോ സ്റ്റാറിൻ്റെയോ സർക്കിളോ ഇഷ്ടമുള്ള ഷേപ്പ് നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഗിവ് അവേയുടെ ഒക്കെ അനൗൺസ്മെൻ്റൊക്കെ ഞാൻ എപ്പോഴും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പേർക്ക് അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും എല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. ഗിവ് അവേ റൂൾസ് കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ടും പിന്നെ വേറൊരു വീഡിയോയുടെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അങ്ങനെ നമ്മുടെ പേപ്പർ സോപ്പൊക്കെ ഏകദേശമൊക്കെ ഇവിടെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ കൈനുള്ളിലൊക്കെ എടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ഡപ്പിയിൽ ഈ ഒരു ടിന്നിൻ്റെ അകത്തേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. ഇതുപോലെ വർക്കിംഗ് ആണോ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. കയ്യിലേക്ക് കുറച്ച് ആ ഒരു പേപ്പർ സോപ്പ് എടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇങ്ങനെ ചെയ്ത് നോക്കാം, സ്ക്രബ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും സംഭവം വർക്കിംഗ് ആണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇത്രയും എല്ലാവർക്കും ബൈ ഫ്രണ്ട്സ്.